അതെ, സംഷാദ് മരക്കാർ ഇപ്പോൾ 50 വർഷത്തിലേറെ കാലം ഒരു പാർട്ടിക്ക് വേണ്ടി ജീവിച്ചു. മരണത്തിന് ശേഷവും അദ്ദേഹം ഈ കുറിപ്പ് പുറത്തുവിടരുത് ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് നേതൃത്വത്തിന് ഇത് പരാതിയായി ഈ കത്ത് കൊടുക്കുക, അതിനുശേഷം അവർ നടപടി എടുക്കുന്നുണ്ടോ എന്ന് നോക്കി നടപടി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ കത്ത് പുറത്തുവിടണം. അങ്ങനെ മരണത്തിൽ പോലും ഈ പാർട്ടിക്കൊപ്പം നിന്നൊരു നേതാവ്, വിജയേട്ടൻ എന്നൊക്കെ നിങ്ങൾ വളരെ ബഹുമാനത്തോടെ വിളിച്ചിരുന്നൊരു നേതാവിന് മരണശേഷം ഇതെന്തുകൊണ്ടാണ് ഈ തരത്തിലേക്കൊരു നീതികേട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ആ കുടുംബത്തോട് നിങ്ങൾ കാണിക്കുന്നത് എന്താണ് സംഷാദ്? ഈ ചർച്ചയുടെ ഭാഗമായി നേരത്തെ നടന്ന ഡിസ്കഷൻസ് ഒന്നും അധികം കേട്ടില്ല. പക്ഷെ താങ്കൾ ചോദിച്ച ചോദ്യം, ഈ വിജയേട്ട മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കണമെന്നും അതിനകത്ത് സത്യം പുറത്തു വരണമെന്നും അതിനകത്ത് കുറ്റക്കാരുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കപ്പെടണമെന്നും ആവശ്യപ്പെട്ടത് കോൺഗ്രസ് പാർട്ടിയാണ്, IC ബാലകൃഷ്ണൻ MLA-യുമാണ്. വിജയേട്ടന്റെ ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം തൊട്ടടുത്ത ദിവസം വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് IC ബാലകൃഷ്ണൻ MLA തന്നെ ഒരു കത്ത് നൽകുകയും ഇതിനകത്ത് സമഗ്രമായ അന്വേഷണം നടക്കണമെന്നും ഏത് രീതിയിലുള്ള അന്വേഷണത്തിനോടും സഹകരിക്കുമെന്നും ഇതിനകത്ത് യാഥാർത്ഥ്യം പുറത്തു വരണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ആ കുടുംബത്തോട് നീതികേട് കാണിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ കുടുംബത്തോട് നീതികേട് കാണിച്ചു എന്ന് പറയുന്നത് ആ കുടുംബം തന്നെയല്ലേ? ഇപ്പോ മരണത്തിന് ശേഷവും വിജയന് നീതി കിട്ടുന്നില്ല എന്ന് പറയുന്നത്. കൂടാതെ ആ കുടുംബം ഇനിയിപ്പോൾ ഈ കത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇന്നലെ മുതൽ നമ്മൾ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുമ്പോൾ അതിൽ കാണുന്നത് എന്താണ് സംഷാദ്? താങ്കളും കേൾക്കുന്നില്ലേ അത്? ഇത് ആത്മഹത്യയെക്കുറിപ്പാണോ എന്ന് ചോദിക്കുകയാണ് ഒരു നേതാവ്. ഇതിന് എന്ത് ആധികാരികതയുണ്ട് എന്ന് ചോദിക്കുന്നത്. പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് പോലും പറയുന്നില്ല. ഇത് അങ്ങനെയല്ല എന്ന് എഴുതുകയാണ്. മറ്റൊരു നേതാവ് വളരെ പ്രതീക്ഷയോടെ ഈ കത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ KPCC അധ്യക്ഷനാണ്, ഒരു കത്ത് അവിടെ വീട്ടിൽ കിടപ്പുണ്ട്, ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. ഇത് പാർട്ടി കാര്യമാണ്. ഇതിൽ എന്തിനാണ് IC ബാലകൃഷ്ണനെയൊക്കെ ചോദ്യം ചെയ്യുന്നത് എന്നൊക്കെ തുടക്കത്തിൽ തന്നെ ചോദിക്കുകയാണ്. IC ബാലകൃഷ്ണന്റെ പേര് ആ കത്തിൽ ഉണ്ടല്ലോ, താങ്കൾ കണ്ടതല്ലേ? ഞാൻ അത് പറയാം. പ്രതിപക്ഷ നേതാവിന്റെ കാരണത്തിൽ പ്രതിപക്ഷ നേതാവ് ഇന്നാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ കത്തുമായി ബന്ധപ്പെട്ട ഒരു അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ കത്ത് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പറവൂരിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്നു, ഇവര് വിജയേട്ടന്റെ കുടുംബത്തിൽ മകൻ ഈ പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ചു, ഈ കത്ത് കൈമാറി. ആ കത്ത് വായിച്ചപ്പോൾ അതിൽ ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. അത് അദ്ദേഹവുമായി സംസാരിച്ചു. അതൊരു തെറ്റാണ്. ഒരു അവ്യക്തതയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മകനുമായി ഡിസ്കസ് ചെയ്തു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? പാർട്ടി തലത്തിൽ ഞങ്ങൾ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു, പാർട്ടിക്കാർക്ക് ഇതിനകത്തുള്ള ഇടപെടലുകൾ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത് പാർട്ടി തലത്തിൽ കണ്ടെത്തും. അതിനോടൊപ്പം തന്നെ സ്വാഭാവികമായി പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ഒരു കേസാണിത്. ആ അന്വേഷണം വേണ്ട എന്നോ, ആ അന്വേഷണത്തിൽ ഇടപെടുമെന്നോ, ആ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നോ, സാധാരണഗതിയിൽ എന്റെ ഒരു സംശയം ശ്രീ സംഷാദ് മരക്കാർ, ഞാനൊന്ന് ഇടപെടുകയാണ്. അതായത് ഇതൊരു ആത്മഹത്യാക്കുറിപ്പാണ്. അത് ആത്മഹത്യാക്കുറിപ്പാണോ എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ തന്നെ മുതിർന്ന നേതാക്കളുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ കുറിപ്പിൽ കൃത്യമായി ചില പേരുകൾ എടുത്ത് പറയുന്നതിൽ ND അപ്പച്ചനും IC ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള ആളുകളുണ്ടല്ലോ, MLA ആണല്ലോ. എന്താണ് ഒരു മൊറാലിറ്റി എന്ന രീതിയിൽ പാർട്ടി ഇത് ചെയ്യുന്നത്? മറിച്ചായിരുന്നു ഒരു ആരോപണം വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പറയുക? നിങ്ങൾ പ്രതിഷേധം നടത്തുമായിരുന്നല്ലോ, ഇല്ലേ? വിജയേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇത് ആദ്യം അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് കൊടുത്തത് IC ബാലകൃഷ്ണൻ MLA ആണ്. അതല്ലേ അദ്ദേഹത്തിന്റെ മൊറാലിറ്റി എന്ന് പറയുന്നത്? അന്ന് ഈ പാർട്ടിക്ക് ഇതിലൊന്നുമില്ലേ? പാർട്ടിക്ക് ഇതിലൊന്നും പറയാനില്ല. ഇങ്ങനെ ആരോപണ വിധേയൻ എന്നുള്ള സ്ഥാനത്ത് നിൽക്കുകയാണോ MLA? ഒരിക്കലുമല്ല. അല്ല, ആരോപണ വിധേയൻ എന്നല്ലല്ലോ. MLA പേര് വരുന്നത്. ഇത് ആരാണ് പേരെഴുതി വച്ചിരിക്കുന്നത് സംഷാദ് മരക്കാർ? ആവശ്യപ്പെട്ടില്ലേ? ട്രഷറർ ആയിരുന്ന വ്യക്തിയല്ലേ പേരെഴുതി? കീ പോസ്റ്റാണ് ട്രഷറർ എന്ന് പറയുന്നത്, താങ്കൾക്കറിയാവുന്നതാണല്ലോ. ഇത്രയും മുതിർന്നൊരു നേതാവ് ഇങ്ങനെ കുറിപ്പിൽ പേരെഴുതി വെക്കുമ്പോൾ പാർട്ടിയുടെ നിലപാട് ഇത് ശരിയായ ഒരു ആറ്റിറ്റ്യൂഡാണോ? ഇതൊരു പക്ഷേ CPIM-നെതിരെയാണ് ഇത്തരത്തിലേക്ക് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കുമായിരുന്നു. നമ്മൾ കണ്ടതാണല്ലോ നവീൻ ബാബുവിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന്. അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, PP ദിവ്യ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതിഷേധിച്ചവരല്ലേ? ഇവിടെ പേരെഴുതി വെച്ചിട്ടുണ്ടല്ലോ. അല്ല അനുജ, ഞാൻ ഇപ്പൊ തുടക്കത്തിലെ പറഞ്ഞു, അതിനകത്ത് അന്വേഷണം ആവശ്യപ്പെട്ടത് ഈ പറഞ്ഞ പേര് എഴുതി വെച്ചു നിങ്ങൾ പറയുന്ന MLA ആണ്.
അദ്ദേഹമാണല്ലോ ആദ്യം ഇതിനകത്ത് അന്വേഷണം വേണമെന്ന് വെറുതെ പറയുകയല്ലല്ലോ ചെയ്തത്. SP കത്ത് കൊണ്ട് കൊടുത്തില്ലേ, അദ്ദേഹത്തിന്റെ ലെറ്റർ പേഡിൽ MLA എന്നുള്ള ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം, ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കണം, സത്യം പുറത്തു ശരി, കൊണ്ടുവരണം, ഈ കുറിപ്പ് വ്യാജമാണ്, ഒരിടപാടുമില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നതിൽ പാർട്ടി എടുക്കേണ്ടുന്ന ഒരു സ്റ്റാൻഡ് എന്താണ് എന്നതാണ്. ഞാൻ പറയാം, ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അപ്പോ ഈ കാരണത്തിൽ ആദ്യം SP കത്ത് കൊടുത്തത് MLA ആണല്ലോ. ഇതിനകത്ത് പാർട്ടി എന്നുള്ള രീതിയിൽ പാർട്ടി ഒരു അന്വേഷണ സമിതിയെ വെക്കുന്നു. ആ അന്വേഷണ സമിതി അന്വേഷിക്കട്ടെ. പിന്നെ രണ്ട്, ഈ കത്തിന്റെ കാര്യത്തിൽ, ഈ കത്തിനകത്ത് 2 കത്തുണ്ട്. അതായത് ഒന്ന് വിജയേട്ടന് എഴുതി എന്ന് പറഞ്ഞ കത്തും, ഒന്ന് സ്വാഭാവികമായി 4 കോൺഗ്രസ് നേതാക്കന്മാർക്ക് കൊടുക്കാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ കത്തുമാണ്. അങ്ങനെയാണ് കത്തുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കത്തിൽ ഒരാൾക്ക് ഇതൊന്ന് പരിശോധിക്കണം എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഈ കത്ത് പരിശോധിക്കണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പരിശോധിച്ചാൽ അത് ക്ലാരിറ്റി കൂടുകയല്ലേ ഉള്ളൂ. അത് പരിശോധിക്കുന്നതിൽ പറയുന്നതിൽ ഒരു തെറ്റുമില്ല, അത് പരിശോധിക്കപ്പെടുകയും വേണം. പക്ഷെ എന്റെ ചോദ്യം അതല്ലല്ലോ, താങ്കൾ അതിലേക്ക് വരുന്നില്ലല്ലോ സംഷാദ് മരക്കാർ. ഇതെന്തുകൊണ്ടാണിത് ഈ തരത്തിലേക്ക് നിഷേധാത്മക സമീപനം നേതൃത്വം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയെ പോലെയുള്ള മുതിർന്ന നേതാവും ഒക്കെ ആദ്യം ഇതിനെ തള്ളിപ്പറയുകയാണ്. ഇത് ആത്മഹത്യാ കുറിപ്പൊന്നുമല്ല, ഒരു കത്ത് അവിടെ കിടപ്പുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല, ഇവര് ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ പറയുന്നത് ആരോടാണ്? അല്ല, ഞാൻ ഇതിനകത്ത് ഇനി കത്തിലേക്ക് തന്നെ വരാം. എന്തുകൊണ്ടാണ് പാർട്ടിയുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോ ആ കത്തുമായി ബന്ധപ്പെട്ട് 2 സ്ഥലത്താണ് ശ്രീ IC ബാലകൃഷ്ണന്റെ പേര് പരാമർശിക്കപ്പെടുന്നത്, അല്ലെ? 2 സ്ഥലത്താണ് പരാമർശിക്കപ്പെടുന്നത്. ഒന്നെന്താണ്, ഒരു നൂൽപ്പുഴ ബാങ്കിൽ മധു സബാഷിൻ എന്ന് പറയുന്ന വ്യക്തി വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ UK പ്രേമൻ എന്ന് പറയുന്ന ആളെ IC ബാലകൃഷ്ണൻ ചുമതലപ്പെടുത്തിയെന്നും 7 ലക്ഷം രൂപ വാങ്ങി, അതിൽ 2 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു, ബാക്കി 5 ലക്ഷം രൂപ തിരിച്ചു. 5 ലക്ഷം തന്റെ തലയിലായി. കൂടാതെ ND അപ്പച്ചൻ വാങ്ങിച്ച കണക്ക്, അല്ല നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ്, ND അപ്പച്ചൻ വാങ്ങിച്ച കണക്ക് അതെല്ലാം ഇതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചന് വേണ്ടി കോഴ വാങ്ങിയത് 10 ലക്ഷം വാങ്ങി, പണയാധാരം നൽകി, കേസായി, പണം തിരിച്ചു നൽകാൻ ലോൺ എടുത്തു, അങ്ങനെ അത് വലിയ കടബാധ്യതയായി. ഇങ്ങനെ പല 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 കാര്യങ്ങൾ എഴുതി 65 ലക്ഷമായി. അത് അങ്ങനെ ഇതെല്ലാം ഇനിയിപ്പോൾ നമുക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇതൊക്കെ ആയിട്ടും ഈ പേരുണ്ടല്ലോ, ഇതിന് മരണത്തിന് ഉത്തരവാദികൾ ആര് എന്നുള്ളത് വരെ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങളത് തള്ളിക്കളയുന്ന എന്തുകൊണ്ട്?